അങ്ങനെ നമ്മൾ രണ്ടാം അത്തത്തിലേക്കുള്ള തയ്യാറെടുപ്പിലാണ്. നാളെ ചിത്തിരയിലേക്കുള്ള പൂവ് പറിക്കുകയാണ്. തുമ്പപ്പൂവും തുളസിയാണ് ചിത്തിര നാളിൽ നമ്മുടെ കോട്ടയിലേക്ക് കുഞ്ഞിലെ അമ്മയൊക്കെ പറഞ്ഞു തന്ന ആ ഒരു അറിവ് വെച്ചിട്ടിടുന്നത്. അന്നേരം അതിനുള്ള വന്നപ്പോൾ ഇച്ചിരി ലേറ്റായി, ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് ഈ പൂ പറിക്കാൻ വരുന്നത്. സമയം കിട്ടിയില്ലായിരുന്നു. അങ്ങനെ പൂവൊക്കെ പറിച്ചു. ഇനിയിപ്പം രാവിലെ ആയപ്പോഴത്തേന് പഴയ പൂ എടുത്ത് കളഞ്ഞിട്ട് തറയൊന്നും കൂടെ ചാണകം മെഴുകി, പിന്നെ ഇന്നത്തെ ദിവസം വിളക്കും കിണ്ടിയിലുമാണ് നമ്മൾ വയ്ക്കുന്നത്. എന്നിട്ട് ഒരു സാമ്പ്രാണിത്തിരി കത്തിച്ച് നമ്മൾ ആ തറയിലേക്ക് കത്തിച്ച് വെച്ച് പിന്നെ തുമ്പപ്പൂ ഇട്ടു. ഇനിയിപ്പം നമ്മൾ തുളസി വട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ ചിത്തിര നാളിലെ അത്തം ഇടുന്നത്. പല നാടുകളിൽ പല ഇതായിരിക്കും. നമ്മുടെ ഇങ്ങോട്ട് ഇങ്ങനെയാണ്. ഇന്നലെ മഴയൊക്കെ പെയ്ത് കാരണം അത്തത്തറ ഇച്ചിരി ഒന്ന് ഇളകിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള തുമ്പപ്പൂവെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനിയിപ്പം അതിന് ചുറ്റിന് വേണ്ട ഇതുപോലെ വട്ടത്തിലാണ് നോർമലി പണ്ട് തൊട്ട് അത്തം ഇട്ടുകൊണ്ടിരുന്നത്. ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ അത്തം ഇട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫുള്ള് വട്ടത്തിലിട്ട് ഒരു ലൈനോ നമ്മൾ റൗണ്ട് ചെയ്തുള്ളൂ. അങ്ങനെയാണ് ഇന്നത്തെ അത്തത്തിൻ്റെ ഫിനിഷിംഗ് ലുക്ക്. ഇതാണ്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണെന്നൊന്ന് പറയുമോ? ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നേക്കുന്നത്. അന്നേരം എല്ലാവർക്കും ചിത്തിര ആശംസകൾ.